അവസാനം അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗത്തിൽ തന്നെ മനുഷ്യകുലത്തിന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള മഹോന്നതമായ പദവി ജന്നാത്തുൽ ഫിർദൗസ്, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബസമേതം തന്നെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന മഹാഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷത്തിലേക്ക് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെയാണ് ഓഗസ്റ്റ് 15, 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷം. ഇത്തരം സന്ദർഭത്തിൽ രാജ്യം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥകളും അതിൻ്റെ ഭയാനകവും ഭീകരവുമായ കാര്യങ്ങൾ, അവസ്ഥകൾ വിലയിരുത്തുകയും മറ്റൊരു സ്വാതന്ത്ര്യ സമരം ആഭ്യന്തരമായിട്ട് വളരെ നിർബന്ധമായ സാഹചര്യം, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ഒരുപക്ഷെ ബ്രിട്ടീഷുകാരെക്കാളും വളരെ മാരകമായ, വളരെ മോശമായ, രാജ്യത്തെ മുഴുവനും സംസ്ഥാന തലത്തിൽ ഒരുപക്ഷെ വിഭജിക്കപ്പെടേണ്ട വിധം ഈ രാജ്യത്തിന്റെ സകല സംവിധാനങ്ങളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ കയ്യിലാണ് ഇന്ത്യ മഹാരാജ്യമുള്ളത്. ലോകത്തിന്റെ അവസ്ഥ, അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേലി പ്രധാനമന്ത്രിയും മരണപ്പാച്ചിൽ പായുമ്പോൾ, രക്ഷപ്പെടാൻ വേണ്ടി മരണപ്പാച്ചിൽ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം എന്നോണം, അല്ലെങ്കിൽ പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ അല്ലെങ്കിൽ എവിടെയും ഒന്ന് സന്ദർശിക്കുവാനോ വരാനോ പറ്റാത്ത വിധം സ്വന്തം രാജ്യത്തെ യുവജന വിഭാഗത്തിനാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിന് തക്കതായ കാരണങ്ങളും ഈ രാജ്യത്തിന്റെ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾ മുഴുവനും തകർത്ത് കളയുന്ന വിധമാണ് ഈ മന്ത്രിമാരും അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അനുഗ്രഹീതമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഭരണഘടനയൊക്കെ പിച്ചി ചീന്തപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്റും അതേപോലെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ദേശീയ പതാകവും ദേശീയ ഗാനവും ഒക്കെ വ്യഭിചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ വ്യഭിചാരത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഇന്ന് ഇല്ല എന്ന് മാത്രമല്ല, ഏക ധ്രുവ ലോകം, അതൊരു വിഭാഗം മാത്രം മനുഷ്യർ ഈ ഇന്ത്യയിൽ ജീവിച്ചാൽ മതി എന്നിടത്തേക്കാണ് കാര്യങ്ങൾ നീക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീരാമന്റെയും അതേപോലെ മതത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞിട്ടാണ് എന്നത് ഇത് ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. എന്നൊക്കെ നമുക്കറിയാം. ഏറ്റവും നന്മ മാനിഷാദ അരുത് കാട്ടാള എന്ന് പറഞ്ഞ വേദങ്ങളെ കാട്ടാളത്തരം വളരെ മോശമായ രീതിയിൽ ചെയ്യുമ്പോൾ അതിനെതിരെ വന്ന മതവിശ്വാസത്തേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കി നിന്നാൽ എന്തായിരിക്കും ഒരു മനുഷ്യന്റെ അള്ളാഹുവിന്റെ അടുത്തുള്ള അവസ്ഥ എന്ന് നമ്മൾ വെച്ചു. ജാതി മതമൊന്നുമല്ല, ഇത്തരം കിരാത പ്രവർത്തനങ്ങൾ ഒരു ഭരണകൂടം തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നോക്കി നിന്നാൽ മാത്രം മതി. അള്ളാഹുവിങ്കിൽ ഇതിന്റെയൊക്കെ ഒരു ഉടമസ്ഥനുണ്ട്, നാഥനുണ്ട്, എല്ലാം അവന്റേതാണെന്ന് വിശ്വസിക്കുന്നു. മനുഷ്യർ മുഴുവൻ ദൈവവിശ്വാസികളാണ് അധികം ആളുകളും. ഇനി വിശ്വസിക്കാത്തവൻ പോലും മരണമുഖത്ത് വിശ്വസിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ നിഷേധിയായ ഫറോവ മരണവേളയിൽ ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ, മുസ്ലിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ മൂസയും ഹാറൂനും പറയുന്ന അള്ളാഹുവിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം കിരാതമായ, പറഞ്ഞാൽ തീരാത്തത്ര കിരാതമായ, നോക്കും നിങ്ങളെ ലോകം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വാഹനങ്ങൾ മുഴുവൻ നശിച്ചു പോയാലും തുരുമ്പെടുത്തു പോയാലും കുഴപ്പമില്ല, ഏതോ ഒരുത്തന്റെ ലാഭം എത്തനോൾ എന്ന് പറഞ്ഞുകൊണ്ട് മായം ചേർത്തുകൊണ്ട് ലാഭം മാത്രം മതി എന്ന് പറഞ്ഞ്
വളരെ മോശപ്പെട്ട, പറഞ്ഞാൽ തീരാത്തത്ര മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് ഭരണകൂടം ഈ രാജ്യത്തെ എത്തിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇസ്ലാമിന്റെ വശം അതിനെ നമുക്ക് സമയമുള്ളൂ. ആ വിഷയങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് ഉദ്ധരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം അതിന് ഒരല്പം പോലും തികയുകയില്ല. എന്നാൽ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്ക് എന്റെ ബാധ്യത ഇക്കാര്യത്തിൽ എന്താണ് എന്ന് പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം തിന്മകളെ മൗനം പാലിച്ചാൽ തന്നെ, നോക്കി നിന്നാൽ തന്നെ, എന്നിട്ട് ദിക്റും ദുആകളൊക്കെ ചെയ്താൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ വെറുതെ വിടുകയില്ല. നിങ്ങൾ ഒരു ജനതയെ നിയോഗിച്ചിരിക്കുന്നത്, വിശ്വാസി സമൂഹമേ, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളുടെ പണി തന്നെ എന്താണ്? നന്മ കൽപ്പിക്കണം. നിങ്ങൾ ഏതോ സംഘടനയുടെ മുന്നണിയായി നിന്നുകൊണ്ട് അങ്ങനെ പോവാനല്ല നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ മുന്നണികളായിട്ട് നേതൃത്വം കൊടുക്കാനാണ്. ഏതോ ചില പാർട്ടികളുടെ ഭാഗമായി നിന്നുകൊണ്ട് അവര് ചെയ്യുന്ന എന്തോ കാര്യത്തിൽ പങ്കാളിത്തം വഹിച്ചത് കൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടുകയില്ല. നിങ്ങൾ വെറും മുത്തഖീങ്ങളായിട്ട് അല്ലാഹു നിയോഗിച്ചിരിക്കുന്നു. മുത്തഖീനെ ഇമാമ, നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് വരണം, നേതൃത്വം കൊടുക്കണം. നമുക്കറിയാം 40 വയസ്സ് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ രാജ്യത്തുള്ള അക്രമങ്ങളും അതുപോലെ തോന്നിവാസങ്ങളും തുടച്ചു നീക്കാൻ സാധിച്ചില്ല, ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകാശമല എന്നറിയപ്പെടുന്ന ജബലന്നൂരിലേക്ക് പ്രവാചകൻ കയറുന്നത്, ഹിറാ ഗുഹയിൽ അഭയം തേടുന്നത്. ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയായിരുന്നു, നിരാശയായിരുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷ. ഇതിന് കഴിവുള്ള ഒരു ശക്തി ഇവിടെ വരേണ്ടതുണ്ട്, അത് എവിടെയാണ് എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിലേക്ക് പോയത്. ആ പ്രകാശം വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് കയറേണ്ടി വന്നിട്ടില്ല. ഇന്ന് ആ പ്രകാശം നമ്മളുടെ കയ്യിലുണ്ട്. ഈ രാജ്യത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ച് ഏറ്റവും മഹോന്നതമായ പദവിയിലേക്ക് രാജ്യത്തെ മാത്രമല്ല ലോകക്രമത്തെ മുഴുവനും ഉയർത്താവുന്ന ഒരു സംവിധാനം പരിപൂർണമായും വിശ്വാസി സമൂഹത്തിന്റെ കയ്യിലുണ്ടായിരിക്കെ ഇത് ഉപയോഗപ്പെടുത്തി രാജ്യത്തിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം, നമുക്ക് മൗദൂദ് സാഹിബ് ഒരിക്കലും പറഞ്ഞു, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ വെളുത്ത കരങ്ങളിൽ നിന്ന് കുറെ കറുത്ത കരങ്ങളിലേക്ക് അധികാര കൈമാറ്റമല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയിലെ കുറെ ആളുകളെ കൈകളിലേക്ക് അധികാരം കൈമാറിയത് കൊണ്ടൊന്നും സ്വാതന്ത്ര്യം ഒരു മനുഷ്യന് കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് ആരതാണോ ഈ പ്രപഞ്ചം മുഴുവനും അവന്റേതായ നിയമങ്ങൾക്കനുസൃതമായി അവന്റെ അടിമത്തത്തിലേക്ക്, എല്ലാവിധ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിച്ച് ഏകനായ അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഒരു സമൂഹം സ്വാതന്ത്ര്യമാവുന്നത്. ഇത് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ ഭീകരവാദിയാക്കി മാറ്റി, തീവ്രവാദിയാക്കി മാറ്റിയ ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഇപ്പോ എത്തിപ്പെട്ടിരിക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞ അവസ്ഥയേക്കാളും മോശമാണ്. ഈ രാജ്യത്ത് ഏറ്റവും മോശപ്പെട്ട സമൂഹത്തിന്റെ കയ്യിലാണ് ഈ രാജ്യത്തിന്റെ കടിഞ്ഞാൺ അവസാനം എത്തിപ്പെട്ടിരിക്കുന്നത്. മനുഷ്യനെ തന്നെ മനുഷ്യനായി അംഗീകരിക്കുവാൻ പോലും സന്നദ്ധമല്ലാത്ത ഒരു വിഭാഗം ആളുകളുടെ കൈകളിലേക്ക്. കറുത്ത കരങ്ങൾ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. കറുത്ത കരങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരെ വെളുപ്പിന്റെ വിപരീതം പറഞ്ഞതാണ്. കറുത്തത് ഇന്ത്യൻ ജനത ബ്രിട്ടീഷുകാരെ പോലെ വെളുത്തതല്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഇന്ന് യഥാർത്ഥത്തിൽ കൂരിരുട്ട് എന്ന അർത്ഥം വരുന്ന കറുപ്പിലേക്ക് ഈ സംഗതികൾ എത്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം 2 തലത്തിൽ ഇത്തരം ഡൽഹിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വിമോചന സമരത്തിൽ, എന്നും രാവും പകലും എന്നവണ്ണം നടന്നുകൊണ്ടിരിക്കുന്ന വിമോചന സമരത്തിൽ ഈ കിരാത ഭരണകൂടത്തിൽ നിന്ന് ഈ രാജ്യത്തെ വിമോചിപ്പിക്കുവാൻ 15ഓളം വർഷമായി രാജ്യത്തെ തുന്നമാക്കി മാറ്റിക്കൊണ്ട് ഒറ്റുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ ഈ ഭരണാധികാരികളിൽ നിന്ന് വിമോചിപ്പിക്കുക എന്ന് പറയുന്നത് പ്രവാചകപരമായിട്ട് നമ്മുടെ ബാധ്യതയാണ്. പ്രവാചക ദൗത്യം ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചരിത്രപരമായിട്ട് നമുക്ക് ബാധ്യതയുണ്ട്, അതേപോലെ തന്നെ ആദർശപരമായിട്ട് നമുക്ക് ബാധ്യതയുണ്ട്. ചരിത്രപരമായ ബാധ്യത ഈ സമൂഹത്തെ തിരിച്ചു പിടിക്കുക, എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്ന, മനുഷ്യനെ ചീർപ്പിന്റെ പല്ല് പോലെ സമന്മാരായി കാണുന്ന ഒരവസ്ഥ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി അന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് മോചനം നൽകിയത് മുസ്ലിം ഇസ്ലാമിക പണ്ഡിതന്മാരായിരുന്നു. ദൈവബന്ധിലെയും ജമിയത്തുൽ ഉലമ, അതുപോലെ ഹിന്ദു തുടങ്ങിയ പണ്ഡിത നേതൃത്വമായിരുന്നു അന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ നിന്നത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. കേരളം അതിന്റെ ഏറ്റവും മുൻപന്തിയിലാണ്. ഖിലാഫത്ത് പ്രസ്ഥാനമാണ് ഗാന്ധിജിക്ക് സ്വീകരണം നൽകുന്നത്. ആ ഗാന്ധിജിക്ക് സ്വീകരണം നൽകി ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ ഈ സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യയിൽ ഉടനീളം ആടിപ്പളർത്തുവാൻ
സാധിച്ച വിഭാഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിലെ കുഞ്ഞാലി മരക്കാരും ടിപ്പു സുൽത്താൻ തുടങ്ങി അബുൽ കലാം ആസാദ്, മൗലാന മുഹമ്മദ് അലി തുടങ്ങി ഒരുപാട് ആളുകളാണ്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ സ്വാതന്ത്ര്യം, ഇന്ന് നാളെ നമ്മൾ ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുക്കുന്നത്. അതേപോലെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും മുന്നണി പോരാളിയായിരുന്നു. അതേപോലെ തന്നെ ഫസൽ പുക്കോയ തങ്ങൾ, പൊന്നാനി മക്തൂമുമാർ, വാരിയൻ കുന്നത്ത്, അതേപോലെ തന്നെ മൊയ്തു മൗലവി, വക്ക മൗലവി, മമ്പുറം തങ്ങൾ, അങ്ങനെ തുടങ്ങി ഇവരുടെ ജീവൻ വരെ ബലിയർപ്പിച്ചാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത്. എന്നിട്ടിപ്പോ എത്തിപ്പെട്ടിരിക്കുന്നതോ അന്ന് ഒറ്റുകൊടുത്ത ആളുകളാണ്. ബ്രിട്ടീഷുകാർക്ക് ഈ സമൂഹത്തെ, രാജ്യത്തെ മുഴുവൻ നിവാസികളെയും ഒറ്റുകൊടുത്ത ആളുകളിലേക്ക് വീണ്ടും ഈ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്നു. അവരുടെ കരങ്ങളിലാണ് ഈ രാജ്യം ഉള്ളത് എന്ന് മനസ്സിലായിട്ടും ഉറപ്പായിട്ടും അത് നമ്മൾ അനുഭവിച്ചിട്ടും നമുക്ക് തിരിയാതെ പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ പാരമ്പര്യത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒരു പുതിയ സ്വാതന്ത്ര്യ സമരത്തെ നമ്മൾ വീണ്ടും തിരിച്ചു പിടിക്കുന്നില്ല എങ്കിൽ നമ്മൾ നമ്മളുടെ പൂർവികരെ, എണ്ണിപ്പറഞ്ഞ പൂർവികരെ തള്ളിക്കളഞ്ഞവരായി നമ്മൾ മാറും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പാരമ്പര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അതേപോലെ തന്നെ ഇസ്ലാമികമായ പാരമ്പര്യം എന്താണ്? നേരത്തെ സൂചിപ്പിച്ചു. ആദർശപരമായി നമ്മളുടെ ബാധ്യത എന്താണ്? പ്രവാചകന്മാരിലേക്ക് തിരിയുക എന്നതാണ്. എന്താണ് പ്രവാചകന്മാരുടെ പാരമ്പര്യം? നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് നന്മ കൽപ്പിച്ച് തിന്മ വിരോധിച്ച് എന്നിട്ട് ഏറ്റവും നല്ല ഒരവസ്ഥയിലേക്ക് വിശ്വാസി സമൂഹമാക്കി ഈ സമൂഹത്തെ മാറ്റിയെടുക്കുക. വിശ്വാസ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗീയവാദമല്ല. ഈ ദൈവം യഥാർത്ഥ അടിമത്തത്തിലേക്ക്, എല്ലാ അടിമത്തത്തിൽ നിന്നും മനുഷ്യകുലത്തെ കൊണ്ടുവരിക എന്നതാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യം അതാണ്. അതുകൊണ്ടാണ് നമ്രൂദിൽ നിന്ന് അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഏറ്റവും വലിയ വിമോചകനായി മാറി ഏറ്റവും വലിയ സമൂഹത്തിന് മക്കയിൽ തിരികൊളുത്തിക്കൊണ്ട് അതിന്റെ പരമ്പരയിലാണ് പ്രവാചകൻ കടന്നു വരുന്നത്. ഏറ്റവും വലിയ താകൂത്തിനെ അദ്ദേഹം വെടിഞ്ഞു എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതേപോലെ തന്നെ മൂസ അലൈഹി ഇസ്ലാം ഏറ്റവും വലിയ ഫിറഔൻ എന്ന് പറയുന്ന, അതേപോലെ അന്നത്തെ ഏറ്റവും വലിയ ഭീകര ഭരണാധികാരിയാണ് ഫിറഔൻ. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മന്ത്രിസഭയിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ഹാമാൻ എന്ന് പറയുന്നത്, മന്ത്രി അധികാരിയാണ്. അതേപോലെ തന്നെ അന്നത്തെ ഏറ്റവും വലിയ മുതലാളി, അവരൊക്കെ പിന്തുണച്ചിരുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള മുതലാളിത്തമായിരുന്നു ഖാറൂൻ എന്ന് പറയുന്നത്. ഈ മൂന്ന് ശക്തികളെ ശക്തമായി നേരിട്ട മൂസ അലൈഹി ഇസ്ലാമിനെ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മളോട് കൽപ്പിക്കുന്നു? അതാത് രാജ്യത്തെ ശുദ്ധീകരണം പ്രക്രിയയാണ് നിങ്ങളുടെ ബാധ്യത. അതാണ് അള്ളാഹുവിന് നേരത്തെ മറിച്ച് അള്ളാഹുവിനെ ആരാധിച്ചില്ല എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരാളെ നിർബന്ധിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല എന്നത്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു കൊള്ളണമെന്ന് അള്ളാഹുവിന് തന്നെ നിർബന്ധമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആ മേഖലയിലെല്ലാം നിങ്ങൾ നേരെ മറിച്ച് അള്ളാഹുവിന്റെ അടിയാറുകൾ അടിമകളാക്കി വെച്ചുകൊണ്ട് അവർക്ക് അവരുടെ പൗരത്വവും അതേപോലെ വോട്ടവകാശം പോലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി, അത് തിരിച്ചു നേടിയെടുക്കുവാൻ വേണ്ടി ജനങ്ങളെ മുഴുവൻ അടിമകളാക്കിക്കൊണ്ട് ചൂഷണം കൊള്ളം ചെയ്യുമ്പോൾ അവരെ വിമോചിപ്പിക്കുവാൻ വേണ്ടി പണിയെടുക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് എന്താണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അക്ബറുൽ ജിഹാദു കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഹിർ. അക്രമികളായ മർദ്ദകരായ ഭരണാധികാരികളിൽ നിന്ന് വിമോചനത്തിന് പോരാടുക, അവരുടെ മുമ്പിൽ സത്യത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുക. ഇതാണ് ജിഹാദിലെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല പ്രവാചകനെ കാണാൻ സാധിക്കും അന്നത്തെ ഏറ്റവും വലിയ കിരാതരായ ഭരണാധികാരിയായിരുന്നു അബൂലഹബും ഉതുബത്തും ഷൈബത്തും അബൂജഹലും തുടങ്ങിയ. അവിടെ പ്രവാചകൻ അവർ ആരാധിക്കുന്ന 360 ബിംബങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ, കഅബയിൽ പോലും ബിംബങ്ങൾ 360ഓളം ഉണ്ടായി, പരിസരത്ത് മുൻ ബിംബങ്ങൾ ഉണ്ടായിരിക്കെ ആ ബിംബങ്ങൾക്കെതിരെ ഒരു വിരൽ ചൂണ്ടുക പോലും ചെയ്യാൻ തയ്യാറില്ലാതെ പ്രവാചകൻ മുഴുവൻ വിരലുകളും ആർക്കെതിരെയാണ് ചൂണ്ടിയത്? ഇതിനെ കൊണ്ടു നടക്കുന്ന അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, അവിടുത്തെ കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അധികാരി വർഗത്തിനെതിരെ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനം, ഞാൻ ഡൽഹി അങ്ങോട്ട് ചെന്നുകൊണ്ട് സമരം നടത്തി വിജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യേണ്ട സന്ദർഭമാണ് ഇത്.
അല്ല ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അത് ചെയ്യേണ്ട സന്ദർഭമാണിത്. കർണാടകയിലാണെങ്കിൽ കർണാടകയിൽ അത്തരം സമരങ്ങൾക്ക് എങ്ങനെ നമുക്ക് പിന്തുണ കൊടുക്കാം? ഈ അക്രമികളായ മർദ്ദകരായ ഭരണാധികാരികളിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രഖ്യാപനം നടത്തേണ്ട സന്ദർഭമാണിത്. മദ്യവും വ്യഭിചാരവും ചൂതാട്ടവും അതുപോലെ കൊള്ളയും കൊള്ളിവെപ്പും എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികളാണ്. ആയിരക്കണക്കിന് ആളുകൾ ചുട്ടുകൊന്ന്, ഗുജറാത്തിൽ ആയിരക്കണക്കിന് ആളുകളെ ചുട്ടുകൊന്ന് അങ്ങനെ അധികാരത്തിൽ വന്നവരാണ്. അവരുടെ കയ്യിലാണ് ഈ അമിത്ഷാ എന്ന് പറയുന്നവരും നരേന്ദ്രമോദി എന്ന് പറയുന്നവരും. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഗുജറാത്തിൽ ഇപ്പോ നിലവിലുള്ള ഭരണാധികാരികൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് നമ്മളുടെ ദിക്കറും ദുആകളുമായി മാത്രം കഴിഞ്ഞുകൂടുകയാണോ വേണ്ടത്? മറിച്ച് കിട്ടിയ സന്ദർഭം ഉപയോഗിച്ച് എവിടെയാണോ നമുക്ക് കൈവെക്കാൻ പറ്റിയത് ആ അർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? ഇവിടെ നമ്മൾ പ്രവാചകനെ ഓർക്കണം. മക്കാ മുശ്രിക്കുകളെ നേരിട്ട ഭരണാധികാരികളെ നേരിട്ട മക്കാ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ പോരാ, അവിടുത്തെ ഭരണാധികാരികളെ നേരിട്ട പ്രവാചകന്റെ വാക്കുകൾ നമ്മളുമായിട്ട് വീണ്ടെടുക്കേണ്ടതുണ്ട്. അള്ളാഹുവാണ് നിങ്ങൾ വലതു കയ്യിൽ സൂര്യനെ കൊണ്ടുവന്നാലും ശരി, കൊണ്ടു തന്നാലും ശരി, ഇടത് കയ്യിൽ എന്റെ ഇടത് കയ്യിൽ ചന്ദ്രനെ കൊണ്ടുവന്നാലും ശരി, ഈ മാർഗത്തിൽ നിന്ന്, ഈ വിമോചന പോരാട്ടത്തിൽ നിന്ന് എല്ലാ മനുഷ്യരെയും ചീർപ്പിന്റെ പല്ല് പോലെ കാണുന്ന അക്രമവും അനീതിയും എല്ലാ അർത്ഥത്തിലും അവസാനിപ്പിച്ച, ഒരാൾക്കും യാതൊരുവിധ മഹത്വവും ഇല്ലാത്ത, തഖ്വയുടെ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് മാത്രം പ്രത്യേകതയുള്ള, അല്ലാത്ത ഒരാൾക്കും ഒരു പ്രത്യേകതയും ഇല്ലാത്ത ഒരു ഭരണ സംവിധാനം ഞാൻ ഇവിടെ കൊണ്ടുവരിക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ആ മാർഗത്തിൽ ഞാൻ മരിച്ചു വീഴും. നിങ്ങൾ സൂര്യനെ കൊണ്ട് കയ്യിൽ തന്നാൽ പോലും ഇതിൽ നിന്ന് പിന്തിരിയുന്ന അവസ്ഥയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ ഏറ്റവും വലിയ ജിഹാദ് ഇതാണ് കേട്ടോ അക്ബറുൽ ജിഹാദ് കലിമത്ത് ഹഖിൻ ഇൻദ സുൽത്താനിൻ ജാഹിർ എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചു. ഏറ്റവും വലിയ ജിഹാദ് അക്രമികളായ മർദ്ദകരായ ഭരണാധികാരികളെ നേരിടുന്നിടത്താണ് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. അതുകൊണ്ട് അതിനുവേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കണം. അതാണ് നോക്കുന്നത്. അതാണ് വിശ്വാസികളും നിഷേധികളും തമ്മിലുള്ള വ്യത്യാസം. എന്താണ്? മരിക്കുവാൻ സന്നദ്ധമാണ്, അള്ളാഹുവിന് വേണ്ടി മരിക്കുവാൻ സന്നദ്ധമാണ്. എന്നാൽ അള്ളാഹുവിനെ അംഗീകരിക്കുവാൻ വരെ സന്നദ്ധമല്ല. അവർക്ക് ജീവിക്കുവാൻ, ജീവിതത്തിൽ ഒരുപാട് ആർഭാടങ്ങളും സന്തോഷങ്ങളും വേണ്ടിയിട്ടാണ് അവർ പണിയെടുക്കുക. അപ്പൊ ഈ രണ്ടും അതുകൊണ്ട് ഒന്ന് നരകത്തിലേക്കുമാണ്, ഒന്ന് സ്വർഗത്തിലേക്കുമാണ് അള്ളാഹു വേർതിരിക്കുക. അതുകൊണ്ട് ബദരീങ്ങൾ അനുസ്മരിക്കുവാൻ നമുക്ക് സാധിക്കണം. ബദരീങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ബദർ യുദ്ധം നടത്തിയത്? അവരുടെ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടാണ്. മദ്യവും വ്യഭിചാരവും ചൂതാട്ടവും അതേപോലെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന പിരാത ഭരണകൂടത്തിൽ നിന്ന് വിമോചനം നേടാൻ വേണ്ടിയിട്ടാണ് ബദരീങ്ങൾ വന്നത്. ഉഹുദീങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് 70-ൽ പരം ആളുകൾ രക്തസാക്ഷികളായി മാറിയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സഹാബത്ത് എന്തിനു വേണ്ടിയിട്ടാണ്, താബിയുകൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ജീവിതം? അതിലേറ്റവും പ്രധാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്പമൊന്ന് തെറ്റുന്നു, അള്ളാഹുവിന് മാത്രമുള്ള ഭരണമേഖലയിലാണ് തെറ്റുന്നത്. ഭരണമേഖലയിൽ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ടതിന് പകരം രാജ്യഭരണത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നറിഞ്ഞപ്പോൾ അതിനുവേണ്ടി പടപൊരുതിയ പ്രവാചകന്റെ പൊന്നോമന പുത്രൻ ഹുസൈൻ റളിയല്ലാഹുവിനെ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. അതൊന്ന് മുസ്ലിം സമുദായം ഭരിക്കുക എന്നതല്ല. അവിടെ മുസ്ലിം സമുദായമായി ഒന്ന് ഭരിച്ചിരുന്നത് യസീദും മുആവിയയും ഒക്കെ, അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളൊക്കെ മുസ്ലിം ഭരണാധികാരികൾ തന്നെയായിരുന്നു. മുസ്ലിങ്ങൾ ഭരിക്കുക എന്നതല്ല, ഭരണം നീതിയിൽ അധിഷ്ഠിതമാവുക, അതേപോലെ ഖിലാഫത്തിൽ അധിഷ്ഠിതമാവുക. അതിന് സാധ്യമല്ല എങ്കിൽ അവരെ കൊന്നൊടുക്കും എന്ന അർത്ഥത്തിലായിരുന്നു ഹുസൈൻ റളിയല്ലാഹു കർബലയിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതിനു വേണ്ടി തന്നെ ആയിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്രൂദ്മാരെ നേരിടുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമായി മാറാൻ നമുക്ക് സാധിക്കുമോ ഈ കാലഘട്ടത്തിൽ? അല്ലാതെ ആ കാലഘട്ടം പറഞ്ഞ് നമ്മൾ വലിയ മഹത്വം, അതുപോലെ പൂർവിക എന്റെ ഉപ്പക്കാർ ആനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ടൊന്നും ഇത് ലഭിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അവർ അതിനെ നേരിട്ടതുകൊണ്ട് അവർ വിജയിച്ചു. ഇന്നത്തെ നമ്രൂദ്മാരെ നമുക്ക് നേരിടാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഫറോവമാരെ നേരിടുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃക നമ്മൾ പിൻപറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, നിങ്ങൾ ഈ വോട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ജനാധിപത്യ രീതിയിൽ തന്നെ നമുക്ക് ഇവരെ അതിജയിക്കാൻ സാധിക്കും. അതിനുവേണ്ടി ആ അർത്ഥത്തിൽ കോപ്പ് കൂട്ടുവാൻ നമ്മൾ മുന്നിലുണ്ടോ? സംഘടിതമായി സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ്. നോക്കൂ, നിങ്ങൾ വോട്ടിലൂടെ ശിർക്കൻ വോട്ടുണ്ട്, അതിൽ നമ്മൾ മാറി നിൽക്കണം. ദീനിന് പകരം വേറെ ചില സംഘങ്ങളെ വെക്കുന്ന വോട്ടായിരിക്കും നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ വോട്ട്. കുഫ്രായ വോട്ടുണ്ട്. എന്താണ്? ദീന് വേണ്ടെന്ന് വെക്കലാണ് കുഫ്രായ വോട്ട്.
ദീൻ ഇവിടെ പറ്റില്ല, ദീനിന്റെ ആശയത്തിലും അതിന്റെ അടിസ്ഥാനം നിന്നുകൊണ്ട് വോട്ട് ചെയ്യുന്നതിന് ഇന്ത്യയിൽ സാധ്യമല്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കുക. വോട്ടാണെങ്കിലും അള്ളാഹുവിൻ്റെതാണ്. അന്നത്തെ റസൂലിന്റെ കാലഘട്ടത്തില് ഇലക്ഷന് പകരം എന്തായിരുന്നു? യുദ്ധത്തിലൂടെ വിജയിക്കലായിരുന്നു. അന്ന് യുദ്ധത്തിലൂടെ വിജയിച്ചു കഴിഞ്ഞാൽ അവർ ഭരിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് സന്നദ്ധമാവുന്നത്. എന്നിട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവരാണ് വിജയിച്ചതെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കും പ്രവാചകൻ. അവിടെ എന്നതുപോലെ അതിന് പകരമാണ് ഇന്ന് ഇലക്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ ഹറാമായ വോട്ടുണ്ട്. ഹറാമായ വോട്ട് എന്താണ്? ദൗർബല്യം കാരണം എനിക്ക് വേറൊരു വഴിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് ആ ഹറാമായ വോട്ടുണ്ട്. അതേപോലെ തന്നെ പുണ്യകരവും ഫർളുമായ വോട്ടുണ്ട്. പുണ്യകരവും ഫർളുമായ വോട്ടിനെ നമ്മൾ ക്രോഡീകരിക്കണം. എന്താ പുണ്യകരവും ഫർളുമായ വോട്ട്? രണ്ട് തിന്മയുടെ ശക്തികൾ മുന്നിൽ വരുമ്പോൾ അതിലെ ഏറ്റവും കുറഞ്ഞ തിന്മയുടെ വക്താക്കളെ പിന്തുണച്ചുകൊണ്ട് വലിയ തിന്മകളെ മറികടക്കുവാനുള്ള ശ്രമത്തെയാണ് ഫർളായ വോട്ടാണ്. എന്താണ് അക്ബർ? അതുകൊണ്ടാണ് പ്രവാചകൻ നിങ്ങൾ അവിടെ പരാജയപ്പെട്ടാലും നിങ്ങൾക്ക് കൂലിയാണ്. രണ്ട് തിന്മയുടെ ശക്തികൾ മുന്നിൽ വന്നു നിൽക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും, കോൺഗ്രസ് ആയ പാർട്ടിയും മദ്യം വിളമ്പും വ്യഭിചാരവും പലിശയും തന്നെ അവരുടെ കയ്യിലുള്ളത്. അവരും അത് തന്നെ നടപ്പാക്കും, നമുക്കറിയാം. പക്ഷേ അതിനൊക്കെ നടപ്പാക്കുന്നേക്കാളും ഭരണഘടന പിച്ചു ചീന്തുകയും അവസാനം ഇവിടെ വർഗീയത കളിച്ച് അവസാനം ഒരു വിഭാഗത്തെ മുഴുവൻ കൊന്നെടുക്കുവാൻ വേണ്ടി വരെ ചട്ടം കെട്ടിക്കൊണ്ടിരിക്കുന്ന, കേരളത്തിൽ വരെ തലമുക്കിക്കൊണ്ടിരിക്കുന്ന വൃദ്ധന്മാർ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ആളുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി, അത്തരം വർഗീയ ശക്തികളെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഏറ്റവും അല്പം മോശമാണെങ്കിലും മദ്യം വിളമ്പുന്നവരാണെങ്കിലും കോൺഗ്രസിന്റെ ഒക്കെ കൂടെ നിന്നുകൊണ്ട് ജിഹാദ് ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രണ്ട് തിന്മകളെ മുന്നിൽ കണ്ടാൽ ഏറ്റവും കുറഞ്ഞ തിന്മകളുടെ കൂട്ടുകൂടിക്കൊണ്ട് ആ തിന്മയുടെ ശക്തികളോട് കൂടെ ചേർന്നുകൊണ്ട് വൻ ശക്തിയെ, വൻ തിന്മയുടെ വക്താക്കളെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ വലിയ തിന്മ നിങ്ങളെ ഒന്നടങ്കം പിടികൂടി വിഴുങ്ങി അവർ നിങ്ങളെ കീഴടക്കി കളയും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, അത് ആ അർത്ഥത്തിലുള്ള വോട്ട് അത് ശേഖരിച്ച് മുസ്ലിം സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് ഏറ്റവും വലിയ ജനവിഭാഗമായി, അവരെ ശക്തിയുള്ള ജനവിഭാഗമായി ശക്തിപ്പെടുത്തുവാൻ ഇത്തരം സന്ദർഭങ്ങൾ മുൻഗാമികൾ ഉപയോഗപ്പെടുത്തിയതുപോലെ മമ്പുറന്തങ്ങളും ആലിമുസ്ലിയാരും അതുപോലുള്ള മഹാരഥന്മാർ ഉപയോഗപ്പെടുത്തിയതുപോലെ ഉപയോഗപ്പെടുത്തേണ്ട സന്ദർഭമാണ് ഇതെന്ന്, അതിന്റെ നിർണായക ഘട്ടങ്ങളാണ് ഇന്ന് ഡൽഹിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട ഏതാനും സൂക്തങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഊതി കേൾപ്പിച്ചത്. അതിലേറ്റവും മോശപ്പെട്ട ഭരണകൂടമാണ് ഇന്ത്യ ഭരിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട ഭരണകൂടമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. കാരണം എന്താണ്? ശിരസിൽ നിന്ന് ബ്രാഹ്മണർ വന്നുവെന്നും അതേപോലെ ചുമലിൽ നിന്ന് ക്ഷത്രിയർ വന്നുവെന്നും തുടയിൽ നിന്നും പാദത്തിൽ നിന്നൊക്കെ ശൂദ്രർ വന്നു എന്നും പട്ടികജാതി പട്ടികവർഗക്കാർ ആദിവാസികൾ ദരിദ്രകളും അതേപോലെ പിന്നോക്ക വിഭാഗങ്ങളൊക്കെ മലമൂത്ര വിസർജനത്തിൽ നിന്ന് വന്നതാണ് എന്നും അങ്ങനെ ആശയം നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആളുകളുടെ ആശയമാണിത്. മലമൂത്ര വിസർജനത്തിൽ വന്നതാണ് എന്ന് വിശ്വസിക്കണം. അതാണ് അവർ ചാണകം തളിക്കും. അവർ ജാതീയത കൊണ്ടു നടന്ന് അവരെന്താണ്, അവർക്ക് പറ്റാത്തൊരു ജാതി ഏതെങ്കിലും നേതാവായി വന്നു കഴിഞ്ഞാൽ അയാൾ പടിയിറങ്ങുമ്പോൾ അവിടെ ചാണകം തളിച്ച് ശുദ്ധിയാക്കണമെന്നാണ്. ആ ചാണകം അതിന് പശുവിന്റെ ചാണകം ഉപയോഗിച്ചിട്ട് തന്നെ അത് ശുദ്ധിയാക്കുന്ന പശു ഭക്തന്മാരായി എത്ര ആളുകളാണ് അവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ആശയത്തിന്റെ പേരും പറഞ്ഞ്, പശുവിന്റെ ഒക്കെ പേരും പറഞ്ഞ് കൊന്നൊടുക്കാൻ യാതൊരു മടിയുമില്ല. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, ഏറ്റവും മോശപ്പെട്ട, ലോകം കണ്ട ഏറ്റവും നെറികെട്ട വൃത്തികെട്ട ആശയത്തിന്റെ വക്താക്കളാണ് ഇന്ത്യ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇറങ്ങിത്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിങ്ങൾ ചെയ്യല്ല എങ്കിൽ നിങ്ങളുടെ നമസ്കാരവും പാഴിലാണ്, അല്ലെങ്കിൽ ഇബാദത്തുകൾ, ദിക്റുകൾ, ദുആയിൽ എല്ലാം നഷ്ടകാലമാണ് എന്ന് പറയുന്ന ഒരു സൂക്തമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. സൂറത്ത് സുമർ എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങൾ എന്നാണ്. രണ്ട് കൂട്ടങ്ങളുണ്ട് ഭൂമുഖത്ത്. ഒന്ന് അസത്യത്തിന്റെ കൂട്ടങ്ങളാണ്, ഒന്ന് സത്യത്തിന്റെ കൂട്ടങ്ങളാണ്. ആ സത്യത്തിന്റെ കൂട്ടങ്ങൾ, ആ കൂട്ടത്തിൽ നിങ്ങൾ ചേർന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വല്ലദീന, അവരുടെ വിഭാഗം ആളുകളാണ് ഇജ്തനബു താഗൂത്ത്, താഗൂത്തിനെ അവർ കൈവടിയും, അവർ കയ്യൊഴിയും. താഗൂത്തുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും അവർ കയ്യും. എന്നിട്ട് അള്ളാഹുവിനെ അവർ ഇബാദത്ത് ചെയ്യും. താഗൂത്തിനെ കൈവടിഞ്ഞുകൊണ്ട് അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. അനാബു ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് അവർ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്തു. കഴിഞ്ഞ കാലത്തൊക്കെ ഞാൻ
താവൂത്തിന് മദ്യവും വ്യഭിചാരവും ചൂതാട്ടവും അതേപോലെ ശിർക്കിൽ അധിഷ്ഠിതമായ പ്രാർത്ഥന അതുപോലുള്ള ആരാധനകൾ ബിംബങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന ആളുകൾക്ക് അതുപോലുള്ള ആളുകൾക്കൊക്കെ ഞാൻ ഒരുപാട് പിന്തുണ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെയൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അതിൽ അവർ തൗബ ചെയ്യണം. ഞാൻ ഒരു അർത്ഥത്തിലും അവരിൽ പെട്ടവനല്ല. വമാ അന മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾ ഒരു അർത്ഥത്തിലും ഞാൻ പെട്ടുകയില്ല. പ്രവാചകൻ പെട്ടിരുന്നില്ല, പക്ഷെ പ്രവാചകൻ കരാറുണ്ടാക്കിയിട്ടുണ്ട് ജൂതന്മാരുമായിട്ട് ക്രിസ്ത്യാനികളുമായിട്ട്. പക്ഷെ പ്രവാചകന്റെ കരാർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ തൗഹീദിൽ അധിഷ്ഠിതമായ ഈ അള്ളാഹുവിന്റെ തീർപ്പിന്റെ സമന്മാരായിട്ട് ഖിലാഫത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു പ്രവാചകൻ കരാറിൽ ഏർപ്പെട്ടിരുന്നത്. അതിൽ പ്രവാചകന്റെ ലക്ഷ്യം അതായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ലഹുമുൽ ബുശ്റ ഫബശ്ശിർ ഇബാദ്, അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ഫബശ്ശിർ ഇബാദ്, അത്തരം ഇബാദുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക പ്രവാചകരെ എന്നാണ്. വല്ലദീന, അവർ വിഭാഗം ആളുകളാണ് ഇജ്തനബു താവൂത്ത്, അവർ താവൂത്തിനെ അള്ളാഹുവിന്റേതല്ലാത്ത അള്ളാഹുവിന് വിരുദ്ധമായ എല്ലാവിധ സംവിധാനങ്ങളെയും വ്യവസ്ഥകളെയും അവർ തള്ളിക്കളയുകയും അങ്ങനെ അവർക്ക് അള്ളാഹുവിനെ അവർ ഇബാദത്ത് ചെയ്യുകയും അനാബു, കഴിഞ്ഞ കാലത്ത് വന്നുപോയ വീഴ്ചകളിൽ അവർ തൗബ ചെയ്ത് മടങ്ങുകയും ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ലഹുമുൽ ബുശ്റ, അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ഫബശ്ശിർ ഇബാദ്, അത്തരം എന്റെ അടിയാറുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക പ്രവാചകരെ എന്ന്. എന്നിട്ട് അള്ളാഹു പറയുന്നു തൊട്ടടുത്ത ആയത്തിൽ, അല്ലദീന, അവർ വിഭാഗം ആളുകളാണ് യസ്തമിഊനൽ ഖൗല, അള്ളാഹുവിന്റെ വചനങ്ങളെ അവർ ശ്രദ്ധിച്ച് കേൾക്കും. ഫയത്തബിഊന അഹ്സനഹു, എന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ, എന്തോ ചിലതൊക്കെ പിൻപറ്റി തോന്നിയതുപോലല്ല, ഏറ്റവും നല്ല രീതിയിൽ ഇഹ്സാനോടുകൂടി തന്നെ അള്ളാഹുവിന്റെ ആശയത്തെ, വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളെ അവർ എന്ത് ചെയ്യും? പിൻപറ്റും. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയവർ. വഉലൈക ഹും ഉലുൽ അൽബാബ്, അവർ തന്നെയാണ് ബുദ്ധിമാന്മാരും എന്ന് അള്ളാഹു പറയുകയാണ്. എന്താണ്? അള്ളാഹുവിന്റെ വചനങ്ങളെ ശ്രദ്ധിച്ച് പഠിച്ചിട്ട് അതിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇഹ്സാനോടുകൂടി അള്ളാഹ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ സമയന വാതന, ഞാൻ കേട്ടു അനുസരിച്ചു. അത് രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും സാമൂഹിക മേഖലയിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും ഹലാൽ ഹറാമുകളുടെ കാര്യത്തിലാണെങ്കിലും എന്തൊക്കെയുണ്ടോ, സ്വന്തം ജീവിതത്തിന്റെ ജോലിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ എന്താണോ തന്റെ ജോലി, ആ ജോലി പോലും അള്ളാഹു യുദ്ധവീതെ എടുക്കുകയുള്ളൂ എന്നാണ്. ആ അർത്ഥത്തിലേ ഞാൻ അത് ചെയ്യുകയുള്ളൂ എന്ന് വെച്ച് അള്ളാഹുവിന് പരിപൂർണമായി അള്ളാഹുവിന്റെ വചനങ്ങൾ കേട്ട് ഇഹ്സാനോടുകൂടി അതിനെ പിൻപറ്റണം. ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് അവരെ പിൻപറ്റണം. അത്തരം ആളുകളാണ് ബുദ്ധിമാന്മാർ, അല്ലാത്തത് ബുദ്ധിശൂന്യരാണ് എന്ന് അള്ളാഹു പറയുകയും, എന്നിട്ട് താവൂത്തിനെ വെടിയാണെന്ന് ഇപ്പൊ ഇന്ത്യയിൽ പറ്റൂല, അതുപോലെ പാകിസ്ഥാനിൽ പറ്റൂല, അതേപോലെ ബംഗ്ലാദേശിൽ പറ്റൂല, അങ്ങനെയുള്ള സ്ഥലത്തൊന്നും അവിടൊക്കെ ഇപ്പൊ നമ്മൾ ഇസ്ലാമിക എന്നിട്ട് താവൂത്തിനെ വെടിഞ്ഞുകൊണ്ട് ഇസ്ലാം കൊണ്ടുവരിക എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സംഗതി അങ്ങനെ തന്നെയാണ്. എല്ലാ ഇലാഹുകളെയും വെടിയണം, എന്നിട്ട് അള്ളാഹുവിലേക്ക് തിരിയണം. ഇതൊക്കെ പറഞ്ഞാൽ ഭീകരതമാണ്, തീവ്രവാദമാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ അർത്ഥത്തിൽ മറ്റു ചിലതിന്റെ പിന്നാലെ നിങ്ങൾ പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മറ്റൊരു നമ്മളെ രക്ഷിക്കും. നമ്മളെ 20 ചില്ലാനോ വർഷമായി എന്നാണ് എന്റെ ഓർമ്മ. 92 തകർക്കപ്പെട്ടിട്ടുണ്ട് ബാബരി മസ്ജിദ്. പിറ്റത്തെ വർഷം ഞങ്ങൾ തിരിച്ചത് പണിയും. അധികാരം കിട്ടിയ അതിന് പേര് അധികാരം കിട്ടുകയും ചെയ്തിട്ടും ആര് തിരിച്ചു പണിതു? എന്താ പള്ളിന്റെ സ്ഥിതി? അവരെയാണോ നമ്മൾ ഇനിയും വിശ്വസിക്കേണ്ടത്? ഇപ്പൊ തമ്മിൽ ഭേദം തൊമ്മനെന്നായിട്ട് നമ്മൾ പിന്തുണക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല. ഈ തൊമ്മനല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? അള്ളാഹുവിന്റെ ദീന്. ഇതിവിടെ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റുമെന്ന് നമ്മൾ പറയാൻ സാധിക്കണം. എന്തുകൊണ്ട് പറ്റും? ഇതാണ് ഹക്ക് എന്ന് പറയണം. അത് ബോധ്യപ്പെടുന്ന ആളുകൾ ബോധ്യപ്പെടുന്ന കാലത്ത് മതി. ഹദിയല്ലാൻ അങ്ങനെയാണല്ലോ. ഇതാണ് ഹക്ക്. ആരുമില്ല റസൂലിന്റെ കൂടെ. പക്ഷെ റസൂല് പറഞ്ഞത് ഹക്ക് എന്ന് പറഞ്ഞവരെ സ്വീകരിച്ചു. അവസാനം എന്തായി മാറി? അവർ ഏതാനും വർഷം പീഡനം മർദ്ദനങ്ങൾ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. ഇസ്ലാമിന്റെ വിമോചനമോ വിജയമോ ഒന്നും ഖദീജക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവരാദ്യം സ്വർഗത്തിൽ കടക്കും. പരലോകത്ത് എത്തിയവർ അവർ സ്വർഗത്തിലാണ്. ആ വിശ്വസിച്ചതിന്റെ പേരിൽ അവർ സ്വർഗത്തിലാണ്. അതാണ് ഇസ്ലാം. അങ്ങനെ പറയുന്ന ഒരു വ്യവസ്ഥയെ ഇസ്ലാമുള്ളൂ. അതുകൊണ്ട് ഇത് പറയണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ സമ്മതിക്കും? സമ്മതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഥയും കഴിഞ്ഞു. ഇവിടെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഇത് പറയാവുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ആർക്കെങ്കിലും ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്ര തീവ്ര അതിഭീകരം എന്നൊക്കെ പറഞ്ഞ് അള്ളാഹ് അതിന് തള്ളുന്നുവെങ്കിൽ, അള്ളാഹ് പറഞ്ഞതാണ് സത്യം. അത് എത്ര ഭീകരമാണെങ്കിലും ആ ഭീകരത അതാണ് വലതു കൈയിൽ സൂര്യനും ഇടതു കൈയിൽ ചന്ദ്രനും വെച്ച് വന്നാൽ പോലും ഈ ഭീകരവാദം ഞാൻ കൊണ്ടു നടക്കുമെന്നാണെങ്കിൽ, ശത്രുവിന്റെ ഭാഷയിൽ അങ്ങനെയാ, അത് ഭീകരവാദമാണ്. അബൂജഹലിന്റെ ഭാഷയിൽ അത് ഭീകരവാദം, ഉത്തുബത്തിന്റെ ഷൈബത്തിന്റെ ഭാഷയിൽ ഭീകരവാദമാണ്. ആ ഭീകരവാദം ഞാൻ നടത്തിയിരിക്കും എന്നാണ് പ്രവാചകൻ. അവരെ ഭാഷയിലെ ഭീകരവാദം. നമ്മുടെ ഭാഷയിൽ അത് സത്യമാണ്. മനുഷ്യരിൽ ഏറ്റവും താഴേക്കിടയിൽ കറുത്ത കാപ്പിരി ആയവനാണെങ്കിലും ആദരിക്കപ്പെടണം. വലക്കത് കറംനാ ബനി ആദം.
അവനെ ഉൾപ്പെടെ ബിലാൽ റളിയല്ലാഹു ആണെങ്കിൽ പോലും ചുമലിൽ കയറിയിട്ട് വിജയപ്രഖ്യാപനം നടത്തേണ്ടത് അവനാണ്. അവരാണ് അധികാരി. അതാണ് ബിലാൽ. വിജയം അവർക്ക് കൊടുത്തു. സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്നത് പ്രവാചകനെ കൊല്ലാൻ വന്നവനാണ് എങ്കിലും കിസ്റയും കൈസറും കീഴടങ്ങിയപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വാഗ്ദാനം അത് എവിടെയാണ് സുറാഖ എന്ന് ചോദിച്ചുകൊണ്ട് ആ കിരീടം തലയിൽ വെച്ചു കൊടുത്തു. അതാണ് ഇസ്ലാം. അതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ആ കിരീടം തലയിൽ വെച്ച് കൊടുക്കുകയും, അന്ന് കിരീടം വെക്കലൊന്നും ഇസ്ലാമിലില്ല, പക്ഷേ ഇത് പ്രവാചകന്റെ ഒരു വാക്തത്വ പൂർത്തീകരണമാണ്. ആ കൈകളിൽ പുരുഷന്മാർ വളയൊന്നും അണിയാൻ പാടില്ല, അതൊക്കെ നിരോധിച്ചിട്ടുണ്ട് പ്രവാചകൻ. എങ്കിൽ പോലും ഇതൊരു വാക്തത്വ പൂർത്തീകരണമാണ്. അള്ളാഹുവിനോട് ചെയ്ത, അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്ത വാക്തത്വങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആ വളകൾ അണിയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമുക്കും അങ്ങനെ സ്വപ്നങ്ങൾ വേണം. നരേന്ദ്രമോദി തന്നെ തിരിച്ച് ഇതിലേക്ക് വരുന്നൊരവസ്ഥ അതുവരെ പ്രവാചകൻ സ്വപ്നം കണ്ടിരുന്നു. അബൂ സുഫിയാനൊക്കെ അങ്ങനെ വന്നതാണ്. പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ട് തന്നെ വന്നതാണ്. ഇക്രിമ റളിയല്ലാഹു അബൂ ജഹലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മകൻ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ വക്താവായി മാറ്റപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് നമ്മളുടെ സ്വപ്നമായിരിക്കണം സഹോദരങ്ങളെ. ഇതിനൊന്നും സാധിക്കില്ല. ഇതൊക്കെ പറഞ്ഞ ആശയത്തിന്റെ കൂടെ ഞാനും രാവും പകലും അങ്ങനെ പണിയെടുക്കേണ്ടതില്ല എന്നാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ താഗൂത്തിനെ വെടിഞ്ഞുകൊണ്ടുള്ള ഇസ്ലാമിനെ സമർപ്പിതരായി നിങ്ങൾ മാറുന്നില്ല എങ്കിൽ അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ് അഫഅൻത തുൻകിദു മൻ ഫിന്നാർ. തൊട്ടടുത്ത ആയത്തിലാണ്, അതിനെ ചേർത്ത് പറയാം. അള്ളാഹുവിന്റെ ശിക്ഷാവിധി സ്ഥിരീകരിക്കപ്പെട്ട കുറെ ആളുകൾ അവിടെ ഉണ്ട്. അവർ മദ്യത്തിന് വോട്ട് ചെയ്യും. മദ്യം വിളമ്പുമെന്ന് അറിഞ്ഞിട്ടും വോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നവരാണ്. പലിശ നടപ്പാക്കുമെന്നറിഞ്ഞിട്ടും അതിന്റെ പേരിലാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വോട്ട് നൽകുന്നവരാണ്. ഇവിടെ കൊടിയ ശിർക്കിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ഹലാല് ഹറാമുകളൊക്കെ താളം മറിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ്. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വോട്ട് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാൻ വേണ്ടിയിട്ടല്ല അവരുടെ വോട്ട് എങ്കിൽ അത് മാറ്റി, അത്തരം വ്യവസ്ഥകൾ നമ്മൾ മാറ്റിയെടുക്കുവാൻ വേണ്ടി അത്തരം നെയ്യത്തോടല്ല അവരുടെ വോട്ട് എങ്കിൽ അവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷാവിധി സ്ഥിരീകരിക്കപ്പെട്ട കഴിഞ്ഞവനെ രക്ഷിക്കുവാൻ നിനക്കാകുമോ? ആർക്കാണ് സാധിക്കുക? അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ്. അള്ളാഹു കലിമ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നരകമാണ് അവർക്കെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ആളുകളെ രക്ഷപ്പെടുത്താൻ പിന്നീട് ആർക്കാണ് സാധിക്കുക? എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, അഫഅൻത തുൻകിദു മൻ ഫിന്നാർ. പ്രവാചകരെ നിനക്കാകുമോ അത്തരക്കാരെ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുവാൻ? സാധ്യമല്ല. പ്രവാചകൻ വിചാരിച്ചാൽ പോലും രക്ഷയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഏതു വേണം ജീവിതത്തിന്റെ ഓരോ മേഖലയിലും, ഏതു വേണം ഏത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അതിന്റെ ഉടമസ്ഥന് മാത്രമാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ വേണ്ടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾക്കൊരു മാള് നടത്തുന്നുണ്ട്, നിങ്ങളൊരു നല്ലൊരു ഷോപ്പ് നടത്തുന്നുണ്ട്, നല്ലൊരു മാള് തന്നെ. ആ മാളില് അത് നിങ്ങളുടേതാണ്, വേറൊരു ഷെയറും കൂറൊന്നും അതിലില്ല, നിങ്ങളാണ് അതിന്റെ ഓണർ. ആ ഓണർഷിപ്പ് അംഗീകരിച്ചിട്ട് അത് സമ്മതിച്ചുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂ നടത്തി പണിക്കാരെ വെച്ചു. കുറച്ചു കാലം അങ്ങനെ മുന്നോട്ട് പോയപ്പം അതിന്റെ ഇടയിൽ ഓണർഷിപ്പ് ബാധിക്കുന്ന കച്ചവടമൊക്കെ ഞാനാ പിടിക്കുന്നത്, അല്ലെങ്കിൽ ഞാനാണ് അതൊക്കെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ മുതലാളി എപ്പോഴേലൊക്കെ വരാറുള്ളൂ, അതുകൊണ്ട് ഇതിന്റെ ഓണർഷിപ്പ് മൂപ്പർക്ക് തന്നെ മാത്രമാവണമെന്നില്ല. അതിന് മോഷണം തുടങ്ങി, അങ്ങനെ പിന്നെ പലതും മോഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ തന്നെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി. പെട്ടെന്ന് ഒരു ദിവസമാണ് നിങ്ങൾ ആ വിവരം അറിയുന്നത്. എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? അവിടെ ഗ്രൂപ്പ് കളിച്ച് ഒരുത്തനെ, ഓൻ പറഞ്ഞതൊക്കെ ശരി തന്നെ ആയിരിക്കും, ഓനെ കച്ചവടം ഉണ്ടായിട്ടുണ്ടാവാം, അവന് തന്നെ ആയിരിക്കും അതിന്റെ ഒക്കെ സംഘാടനം അതിന്റെ വളർച്ചക്കൊക്കെ കാരണക്കാരനായിട്ടുണ്ടാവുക. പക്ഷേ അങ്ങനെയൊക്കെ ആയാലും ഇതിൻ്റെതാക്കാനുള്ള ശ്രമം, നമ്മളുടെ മുതലുണ്ടല്ലോ, നമ്മളുടെ ആധാരവും പറമ്പും എല്ലാം നമ്മളുടെ മുതൽ അവൻ്റെതാക്കാനുള്ള ശ്രമം അവനെ നടത്തുകയും അതിനവിടെ കൂട്ടായ്മ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ആ വിവരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ നടപടി? നമ്മൾ അവനെ പിരിച്ചുവിടലൊന്നും അവസാനിപ്പിക്കൂല. കാരണം അവൻ എന്നോട് വാഗ്ദാനം ചെയ്തിട്ടാണ് ആ കടയിൽ വന്നത്. ഈ പണി നീ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് അധികാരം ഉപയോഗിച്ച് അവനെ ഇല്ലായ്മ ചെയ്തിട്ടേ ഒരു പക്ഷെ അടങ്ങുള്ളൂ. അതാണ് അതിന്റെ പ്രതികാരം. അതിന് മാത്രം കാര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചായിരുന്നു നിലപാടനുസരിച്ച്. ഇത് അള്ളാഹു അങ്ങനെയാണ്, അള്ളാഹുവിൻ്റെതാണ് ഈ ഭൂമി, ഈ കർണാടക അള്ളാഹുവിൻ്റെതാണ്, ഈ ഇന്ത്യ അള്ളാഹുവിൻ്റെതാണ്, പാകിസ്ഥാനും ബംഗ്ലാദേശും ഇറാനും അമേരിക്കയും ഒക്കെ അള്ളാഹുവിൻ്റെതാണ്. ഈ സത്യത്തെ വിളിച്ചു പറഞ്ഞാൽ അത് ഭീകരവാദമാണെങ്കിൽ ആ ഭീകരവാദം പറയാൻ വേണ്ടിയിട്ടാണ് വിശ്വാസി സമൂഹമേ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഖിലാഫത്തിന് വേണ്ടിയിട്ടാണ്. എന്റെ ഖലീഫയെ ഞാൻ ഇത് സൃഷ്ടിച്ചിരിക്കുന്നു, ആ ഖിലാഫത്ത് നിർവഹിക്കണം. ഈ സ്വാതന്ത്ര്യം അപ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. മറ്റത് കാട്ടിക്കൂട്ടലുക, നിങ്ങളോട് കൊടി ഉയർത്തിപ്പിക്കും, അതേപോലെ നമ്മൾ കൊടി ഉയർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ എന്താ പറയാ, ജനഗണന നോക്കുന്ന യാതൊരു വിലയില്ല. ഇപ്പൊ വന്ദേമാതരം പൂർത്തിയാക്കുന്നതിനെ പഠനം. ആദ്യം പാടിയിരുന്ന അത് ഉത്തരം പാടിയാലൊന്നും പോരപ്പം, പാടിയേ പറ്റൂ, പാടിയിട്ടില്ലെങ്കിൽ അവരുടെ കഥ കഴിഞ്ഞു. അവിടെ ഏത് ദേവിയാണെങ്കിലും ഞാൻ പറയുന്ന ദേവിയെ
കൂട്ടിയ ശിർക്കിനെ നിങ്ങൾ അംഗീകരിച്ച് ചൊല്ലിക്കൊള്ളണം എന്ന് പറയുമ്പോൾ അത് ചൊല്ലിക്കൊടുത്തുകൊണ്ട് നിന്നാലും കുഴപ്പമില്ല എന്ന് പറയണവനുണ്ടല്ലോ. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവന്റെ കഥയാണുള്ള പറഞ്ഞത്. നരകം അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിനക്കാകുമോ അവരെ രക്ഷിക്കാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള സമർപ്പണത്തിന്റെ ദിവസങ്ങളാക്കി മാറ്റാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ഇതിന്റെ ഇടയിൽ വെച്ച് മരിച്ചുപോയാലും ഞാൻ ആ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു, സത്യത്തിന്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഇലാഹുമില്ല അല്ലാഹു അല്ലാതെ എന്ന സത്യത്തിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ സ്വതന്ത്രരായി മാറുന്നത്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യത്തെ നെഞ്ചേറ്റുവാങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين